ഇസ്രായേൽ ആക്രമണം നേരിടുന്ന ലബനാന് പിന്തുണയുമായി യുഎഇയുടെ റിലീഫ് ക്യാമ്പിൽ ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് യുഎഇ ലബനാനിൽ ആദ്യ സഹായം എത്തിച്ചു. റിലീഫ് ആവശ്യാർത്ഥം രാജ്യത്തുടനീളം സഹായ കേന്ദ്രങ്ങളും തുറന്നിട്ടുണ്ട്. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ നിർദ്ദേശപ്രകാരമാണ് ലബനാനിലേക്ക് സഹായം എത്തിക്കാനുള്ള പദ്ധതിക്ക് യുഎഇ തുടക്കമിട്ടത്. ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച 40 ടൺ അടിയന്തര മെഡിക്കൽ സഹായം ലബനാനിലെത്തി. ഇസ്രായേൽ ആക്രമണത്തിനു പിന്നാലെ ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്കായി $100 ദശലക്ഷം അടിയന്തര സാമ്പത്തിക സഹായമാണ് യുഎഇ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ലബനാൻ യുഎഇ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നാണ് റിലീഫ് പദ്ധതിക്ക് പേര് നൽകിയിട്ടുള്ളത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിച്ച കൗണ്ടറുകളിൽ പൊതുജനങ്ങൾക്ക് സഹായം എത്തിക്കാനാകും. ലോകത്തുടനീളം കഷ്ടത അനുഭവിക്കുന്നവർക്ക് മാനുഷിക പിന്തുണ നൽകാനുള്ള യുഎഇ നേതൃത്വത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഹായ പദ്ധതിയെന്ന് അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി റീം ബിൻത് ഇബ്രാഹിം അൽ ഹാഷിമി പറഞ്ഞു. അടിയന്തര സഹായം എത്തിച്ച യുഎഇക്ക് ലബനീസ് പ്രധാനമന്ത്രി നജീബ് മീഖാത്തി നന്ദി അറിയിച്ചു. അതിനിടെ പശ്ചിമേഷ്യൻ മേഖലയിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഷെയ്ഖ് മുഹമ്മദ് യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സുളിവനുമായി ചർച്ച നടത്തി. സംഘർഷങ്ങൾ ഇല്ലാതാക്കി പ്രശ്നങ്ങളിൽ രാഷ്ട്രീയ പരിഹാരം വേണ്ടതുണ്ടെന്ന് ഷെയ്ഖ് മുഹമ്മദ് ഓർമ്മിപ്പിച്ചു. ഗസ, ലബനാൻ, സുഡാൻ എന്നിവിടങ്ങളിൽ അടിയന്തര മാനുഷിക സഹായം തുടരേണ്ടതിന്റെ ആവശ്യകതയും ഇരുവരും ചർച്ച ചെയ്തു. മീഡിയ 1 ദുബായ്.